എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പേശികളിൽ പിരിമുറുക്കം, തലവേദന, തലപ്പെരുപ്പ്, ക്ഷീണം, ഉയർന്ന ഹൃദയമിടിപ്പ്, അസ്വസ്ഥത, വിഷാദം, പ്രകോപനം, ഉത്കണ്ഠ, കോപം, നീരസം, സങ്കടം, നിരാശ, ഉറക്കമില്ലായ്മ എന്നിങ്ങനെയുള്ള ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഈ നെഗറ്റീവ് എനർജി കൊണ്ട് വന്നേക്കാം. എന്താണ് നെഗറ്റീവ് എനർജി അഥവാ നിഷേധാത്മക ഊർജം? നിഷേധിക്കുന്നതിന് ഊർജം വേണം എന്നല്ലേ? എന്തെങ്കിലും വേണം എന്നതിനല്ലേ ഊർജം വേണ്ടത്? എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് ഈ ഊർജത്തിന്റെ സഹായം കൊണ്ടാണ് എന്നല്ലേ? പ്രവർത്തിക്കാതെ ഇരിക്കുന്നതിന് ഊർജം വേണോ? വേണ്ട. എന്നാൽ മോശമായത് ചെയ്യാൻ, മോശമായത് നടക്കാൻ ഇതിനും ഊർജത്തിന്റെ ആവശ്യമുണ്ട്. ഇതിനെയാണ് നെഗറ്റീവ് എനർജി അഥവാ നിഷേധാത്മകമായ ഊർജം എന്ന് പറയുന്നത്. നമുക്ക് പോസിറ്റീവ് എനർജി മാത്രം പോരാ. ഉയരങ്ങളിലേക്ക് കുതിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് തന്നെ ഈ നെഗറ്റീവ് എനർജി തന്നെയാണ്. എന്നാൽ നമുക്ക് മുന്നേറാൻ തടസ്സമായി നിൽക്കുന്ന നെഗറ്റീവ് എനർജിയെ തടയണമെങ്കിൽ അതിനായി വേണ്ടത് ഒഴിഞ്ഞുപോയ പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരികയാണ് വേണ്ടത്. നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് ഒഴിഞ്ഞതുകൊണ്ടാണല്ലോ ഈ ഇടത്തേക്ക് നെഗറ്റീവ് എനർജി കയറിയത്. പോസിറ്റീവ് എനർജിയെ അവിടെ നിറയ്ക്കാതെ നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കിയാൽ വീണ്ടും അവിടെ നെഗറ്റീവ് എനർജി തന്നെയാകും വരുന്നത്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നല്ല ചിന്തകൾ വരുന്ന ചിട്ടയോടുള്ള ജീവിതം നയിക്കണം എന്നതാണ്. ഏതൊരു മന്ത്രവും നെഗറ്റീവ് എനർജിയെ മാറ്റാൻ ശക്തിയുള്ളവയാണ്. നെഗറ്റീവ് എനർജിയെ മാറ്റുകയും അതുപോലെ പോസിറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രഭാവശാലിയായ സൂര്യമന്ത്രത്തെ പറഞ്ഞുതരാം. അതിനുശേഷം അതിൻ്റെ ഗുണങ്ങളും പറഞ്ഞുതരാം. മന്ത്രം ഇതാണ്: ഓം ജപാകുസുമ സംഗാശം കശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപാഗ്നം പ്രണതോസ്മി ദിവാകരം. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം ജപാകുസുമ സംഗാശം കശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപാഗ്നം പ്രണതോസ്മി ദിവാകരം. നിസാരമായി കാണരുത്. വളരെ പ്രഭാവശാലിയായ ഒരു സൂര്യമന്ത്രമാണിത്. ഈ മന്ത്രത്തിന്റെ ഊർജത്താൽ ശരീരത്തിലെ നെഗറ്റീവ് എനർജി നിമിത്തം ഉണ്ടായ ക്ഷീണം, മടുപ്പ്, മറ്റു ബുദ്ധിമുട്ടുകൾ എല്ലാം സുഖപ്പെടുന്നു. ദിവസവും ഈ മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ ഈ മന്ത്രം ഒരു സുരക്ഷാ കവചമായി മാറുന്നതായിരിക്കും. ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും പിന്നീട് ബാധിക്കില്ല. സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സൂര്യഭഗവാനെ നേരിട്ട് ദർശിച്ചുകൊണ്ടോ ഈ മന്ത്രത്തെ ജപിക്കേണ്ടതാണ്. 11 തവണയെങ്കിലും മന്ത്രത്തെ നിത്യവും ജപിക്കുക. ഒരു പ്രത്യേകമായ എനർജി വന്നു ചേരുന്നത് പോലെ ഫീൽ ആകുന്നതായിരിക്കും. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.